തോൽപ്പാവക്കൂത്ത് മിഴൽ നാടകവുമായി കേരള പിറവി ദിനത്തെ വിദ്യാർത്ഥികൾ വരവേറ്റു. രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആചാരാനുഷ്ഠാന കലാരൂപമായ തോൽപ്പാവക്കൂത്ത് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ ഇക്കുറി കേരളപ്പിറവി ആഘോഷിച്ചത്. ഷൊർണൂരിലെ കൃഷ്ണൻകുട്ടി പുലവർ സ്മാരക തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രത്തിലെ പത്മശ്രീ രാമചന്ദ്ര പുലവർ സംവിധാനം ചെയ്ത കേരളീയം എന്ന പാവനിഴൽ നാടകമാണ് അദ്ദേഹത്തിന്റെ മകൻ കൂനത്തറ രാജീവ് പുലവരുടെ നേതൃത്വത്തിൽ സ്കൂൾ വേദിയിൽ അരങ്ങേറിയത്. പുരാതന കാലത്ത് പഠിക്കാനും അറിയാനും സാഹചര്യമുണ്ടായിരുന്ന സർവജ്ഞാനവുമുള്ളവരായി കണക്കാക്കപ്പെട്ടിരുന്ന പട്ടർ സമുദായക്കാരിൽ ഒരാൾ വന്ന് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരുന്നു തോൽപ്പാവക്കൂത്ത് അവതരണം. പരശുരാമൻ മഴുവെറിഞ്ഞ കേരളോൽപ്പത്തി ഐതിഹ്യം മുതൽ നാടിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ദലിതരുടെ അക്ഷരജ്ഞാന അവകാശത്തിനായുള്ള അയ്യങ്കാളിയുടെ ഐതിഹാസിക പോരാട്ടം, ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെ ചങ്ങമ്പുഴയുടെ രോഷപ്രകടനമായ വാഴക്കുല, മാതൃത്വത്തിന്റെ മഹത്വവുമായി ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്, മാവേലി പുരാണം തെയ്യങ്ങൾ, വൈവിധ്യങ്ങളായ നൃത്ത കലാരൂപങ്ങൾ, സാഹിത്യകൃതികൾ, സാമൂഹിക സാംസ്കാരിക ജീവിതങ്ങൾ തുടങ്ങി കേരളത്തിന്റെ ഒട്ടനവധി മേഖലകൾ പാവക്കൂത്തിൽ പരാമർശിച്ചു. പാവക്കൂത്തിന്റെ ചരിത്രവും കേരളത്തിലും ലോകത്താകെയും ഇപ്പോൾ പ്രചാരത്തിലുള്ള വിവിധ പാവക്കൂത്ത് അവതരണങ്ങളും രാജീവ് പുലവർ വിശദീകരിച്ചു. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളുമായി 120-ലേറെ പാവകൾ നിഴലും വെളിച്ചവുമായി കൂത്തുമാടത്തിൽ ദൃശ്യവിസ്മയം തീർത്തു. രാജീവ് പുലവർക്കൊപ്പം വിജയ് കൃഷ്ണ, ശ്രീലാൽ, അഭിനവ്, ഇഷാൻ കൃഷ്ണൻ, അപ്പു, ആദിത്യൻ എന്നീ പാരമ്പര്യ തോൽപ്പാവക്കൂത്ത് കലാകാരന്മാരാണ് അണിയറയിൽ പാവച്ചരടുകൾ നിയന്ത്രിച്ചത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.